കർണാടക സംസ്ഥാനത്തിന്റെ റെയിൽവേ ചരിത്രത്തിൽ മറ്റൊരു സുപ്രധാന അധ്യായമായി മാറുകയാണ് ബംഗളൂരു-മംഗളൂരു പാതയിൽ പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത. സൗത്ത് വെസ്റ്റ് റെയിൽവേ സോണിന്റെ കീഴിലായിരിക്കും ഈ സെമി ഹൈസ്പീഡ് ട്രെയിൻ പ്രവർത്തിക്കുക. ദീർഘകാലമായി യാത്രക്കാരുടെ കാത്തിരിപ്പിലായിരുന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഭൂമിശാസ്ത്രപരമായ വലിയ വെല്ലുവിളികൾ മൂലം ഏറെ വൈകിപ്പോയ ബംഗളൂരു-മംഗളൂരു റെയിൽവേ പാതയുടെ ഇലക്ട്രിഫിക്കേഷൻ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. പശ്ചിമഘട്ട മലനിരകളിലൂടെയുള്ള ഈ പാതയിൽ ഇലക്ട്രിഫിക്കേഷൻ പൂർത്തിയാക്കുക എന്നത് സാങ്കേതികമായി വലിയ ദൗത്യമായിരുന്നു. എന്നാൽ എല്ലാ തടസ്സങ്ങളും മറികടന്ന് ഈ പ്രവൃത്തികൾ അവസാനിപ്പിച്ചതോടെ ഇപ്പോൾ സുരക്ഷാ സർട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഈ സുരക്ഷാ അംഗീകാരങ്ങൾ ലഭിച്ച ഉടൻ തന്നെ ബംഗളൂരു-മംഗളൂരു റൂട്ടിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടിത്തുടങ്ങുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. ബംഗളൂരുവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അശ്വിനി വൈഷ്ണവ് ഇക്കാര്യം അറിയിച്ചത്. കർണാടകയുടെ റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മംഗളൂരുവിനെയും ബംഗളൂരുവിനെയും ബന്ധിപ്പിക്കുന്ന ഈ പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ കേരളത്തിലെ വടക്കൻ ജില്ലകളിലുള്ള മലയാളികൾക്കും ഏറെ പ്രയോജനകരമായിരിക്കും. കാസർഗോഡ്, കണ്ണൂർ, വയനാട് തുടങ്ങിയ മേഖലകളിലുള്ളവർക്ക് മംഗളൂരു വഴി ബംഗളൂരുവിലേക്കുള്ള യാത്ര കൂടുതൽ വേഗത്തിലും സൗകര്യപ്രദമായും നടത്താൻ ഈ ട്രെയിൻ സഹായകമാകും. നിലവിൽ കർണാടകയിലാകെ 22 വന്ദേ ഭാരത് ട്രെയിനുകൾ അഥവാ 11 ജോഡി സർവീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ 7 ജോഡി ട്രെയിനുകൾ ബംഗളൂരു കേന്ദ്രമാക്കിയാണ് സർവീസ് നടത്തുന്നത്. ഇപ്പോൾ 8ാമത്തെ ജോഡി ട്രെയിനാണ് അവസരമൊരുങ്ങുന്നത്. പുതിയ ബംഗളൂരു-മംഗളൂരു വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കുന്നതോടെ ഈ രണ്ട് പ്രധാന നഗരങ്ങൾക്കിടയിലുള്ള യാത്രാ സമയം ഗണ്യമായി കുറയും. കർണാടകയുടെ റെയിൽവേ വികസനത്തിനായി ഈ സാമ്പത്തിക വർഷം റെക്കോർഡ് തുകയായ 7,748 കോടി രൂപയാണ് റെയിൽവേ മന്ത്രാലയം അനുവദിച്ചിരിക്കുന്നതെന്ന് അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. സംസ്ഥാനത്തുടനീളം റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും ഇത് കർണാടകയുടെ സമഗ്ര വികസനത്തിന് ശക്തമായ പിന്തുണ നൽകുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ കർണാടകയുമായി ബന്ധപ്പെട്ട് സർവീസ് നടത്തുന്ന പ്രധാന വന്ദേ ഭാരത് ട്രെയിനുകൾ KSR ബംഗളൂരു ധാർവാഡ്, കാച്ചേഗുഡ യശ്വന്ത്പൂർ, ബംഗളൂരു കണ്ടോൺമെന്റ് കോയമ്പത്തൂർ, കലബുഗറി SMVT ബംഗളൂരു, മധുരൈ ബംഗളൂരു കാന്റോൺമെന്റ്, ബേളഗാവി KSR ബംഗളൂരു, KSR ബംഗളൂരു എറണാകുളം, MGR ചെന്നൈ സെൻട്രൽ മൈസൂരു, ഹൂബ്ലി പൂനെ, മാഡ്ഗാവ് മംഗളൂരു സെൻട്രൽ, മൈസൂരു, MGR ചെന്നൈ സെൻട്രൽ തുടങ്ങിയ സർവീസുകൾ ഉൾപ്പെടുന്നു. വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയമായി രൂപകൽപ്പന ചെയ്ത സെമി ഹൈസ്പീഡ് ട്രെയിനാണ്. യാത്രക്കാരുടെ സൗകര്യവും വേഗതയും സുരക്ഷയും ഒരുപോലെ ഉറപ്പാക്കുന്ന ആധുനിക സവിശേഷതകളോടെയാണ് ഈ ട്രെയിനുകൾ സർവീസ് നടത്തുന്നത്. കർണാടകയെ കേന്ദ്രീകരിച്ചും ബന്ധിപ്പിച്ചും നിരവധി വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഇതിനകം സർവീസ് നടത്തുന്നുണ്ട്. ബംഗളൂരു, മൈസൂരു, ധാർവാഡ്, ഹൂബ്ലി, മംഗളൂരു, എറണാകുളം, ചെന്നൈ, പൂനെ തുടങ്ങിയ പ്രധാന നഗരങ്ങളെയാണ് ഇവയെല്ലാം ബന്ധിപ്പിക്കുന്നതും. വരാനിരിക്കുന്ന ബംഗളൂരു-മംഗളൂരു വന്ദേ ഭാരത് സർവീസ് സംസ്ഥാനത്തിന്റെ തീരദേശ മലനാട് മേഖലകൾക്കും വലിയ മുന്നേറ്റമാകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.